നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്ത്. കുഞ്ഞിന്റെ മരണം പ്രതി അഷ്കറിന് അഖിലയുടെ അമ്മയോടുള്ള കടുത്ത വ്യക്തി വൈരാഗ്യം മൂലമാണെന്നാണ് അഖിലയുടെ അടുത്ത ബന്ധു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിയായ അഷ്കർ കുഞ്ഞിന്റെ ഇരു കൈകളും അടിച്ചൊടിച്ച വിവരം അമ്മ അഖിലയ്ക്കും അമ്മുമ്മ റീനയ്ക്കും കൃത്യമായി അറിയാമായിരുന്നുവെന്നും ബന്ധു ആരോപിക്കുന്നു. അഖിലയുടെ പേരിലുള്ള 10 സെന്റ് സ്ഥലത്തെ ചൊല്ലി അഷ്കറും അഖിലയുടെ കുടുംബവും തമ്മിൽ മുൻപ് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അഖിലയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് അഷ്കർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ അഖിലയുടെ അമ്മയും ബന്ധുക്കളും ചേർന്ന് അഷ്കറിനെ മർദ്ദിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. ഈ മർദ്ദനത്തോടും സ്വത്ത് നൽകാത്തതിനോടുമുള്ള കടുത്ത പ്രതികാരമാണ് അഷ്കർ 1.5 വയസ്സുകാരനായ പിഞ്ചു കുഞ്ഞിനോട് ക്രൂരമായി തീർത്തതെന്നാണ് ബന്ധുക്കളുടെ മൊഴി. ക്രിമിനൽ പശ്ചാത്തലമുള്ള അഷ്കർ മുൻപ് സ്വന്തം ഭാര്യയെ മർദ്ദിച്ച് കോമാ സ്റ്റേജിലാക്കിയ വ്യക്തിയാണെന്നും ഈ ബന്ധത്തിൽ നിന്നും അഖിലയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. മാസം 20,000 രൂപ നൽകുകയാണെങ്കിൽ കുഞ്ഞിനെ താൻ നോക്കാമെന്ന് അഖിലയുടെ അമ്മ റീന പറഞ്ഞതായും വെളിപ്പെടുത്തലുണ്ട്. 1 മാസത്തിനിടയിൽ പിഞ്ചുകുഞ്ഞിന്റെ ശരീരത്തിൽ അകത്തും പുറത്തുമായി 91 പരം മുറിവുകളാണ് ഈ ക്രൂരൻ ഏൽപ്പിച്ചത്. കുഞ്ഞ് വേദന കൊണ്ട് പിടഞ്ഞു മരിക്കുന്നത് ഇയാൾ ആസ്വദിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന വിവരം അറിഞ്ഞിട്ടും പ്രതിയുടെ കൈകളിൽ തന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ച അമ്മ അഖിലയുടെയും അമ്മുമ്മ റീനയുടെയും പങ്കിനെക്കുറിച്ചും പോലീസ് ഇപ്പോൾ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. മുൻപ് നെടുമങ്ങാട് പോലീസ് സ്വന്തം ചെലവിൽ കുഞ്ഞിനെ CWCക്ക് കൈമാറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അഖില വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഞ്ഞിനെ തിരികെ കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊലപാതകത്തിൽ പങ്കാളികളായ ആരും തന്നെ നിയമത്തിനു മുന്നിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് പോലീസ് ഉറപ്പു നൽകുന്നു. 1.5 വയസ്സുകാരന്റെ ഈ ദാരുണാന്ത്യത്തിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് കേരളക്കര ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരളീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.